ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ രവിയേട്ടൻ വാശി പിടിച്ചിട്ട് പായൊക്കെ എടുത്തിട്ട് വീടിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുപോയിട്ട് ഇടുകയാണ്. എന്നിട്ട് അവിടെ കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് നോക്കണ സമയത്ത് സച്ചി ഓടിപ്പടഞ്ഞ് വന്നിട്ട് അച്ഛനോട് പറയണം, അച്ഛൻ എന്ത് പരിപാടി അച്ഛൻ കാട്ടിയത്? ഇത്ര കാലം മുഴുവനും അച്ഛൻ കഷ്ടപ്പെട്ട് ഞങ്ങളെയൊക്കെ നോക്കി. ഇനിയിപ്പോൾ ഈ പ്രായത്തിൽ അച്ഛൻ എന്തിനാണ് അച്ഛൻ ഈ മുന്നിൽ വന്ന് കിടക്കണത്? ഇവിടെ നല്ല മഞ്ഞുണ്ട്, അച്ഛനൊന്നത് വയ്യാത്തല്ലേ? അച്ഛൻ വായോ എന്നൊക്കെ വിളിക്കുമ്പോൾ രവിയേട്ടൻ പോണില്ല കേട്ടോ. പിന്നീട് സച്ചി രേവതിയെ റൂമിൽ വിളിച്ചു കൊണ്ടുപോയിട്ട് പറയുന്നത്, രേവതി നമുക്ക് ഈ റൂം അച്ഛനും അമ്മയ്ക്കും കൊടുക്കാം, നമുക്ക് ഈ ബെഡ് എടുത്തിട്ട് താഴെ ഇട്ടിട്ട് നമുക്ക് കിടക്കാമെന്ന് പറയുമ്പോൾ, നിനക്ക് എന്തെങ്കിലും വിരോധമുണ്ടോ രേവതി എന്ന് നോക്കുമ്പോൾ, എന്ത് വിരോധം സച്ചിയേട്ടാ, എനിക്ക് സന്തോഷമുള്ളൂ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ബെഡ് പിടിക്കുമെന്ന് പറയുന്നത്. അങ്ങനെ സച്ചിയും രേവതിയും കൂടി മുകളിൽ നിന്ന് ആ ബെഡ് എടുത്ത് കൊണ്ടുവന്നിട്ട് സ്റ്റെയർ കേസിൻ്റെ അടിയിൽ ഇട്ടിട്ട് കിടക്കുകയാണ് കേട്ടോ. ഇതൊക്കെ കണ്ടിങ്ങനെ രവിയേട്ടൻ ഇങ്ങനെ ചന്ദ്രമധുരം മുഖത്തേക്ക് നോക്കുകയാണ്. സച്ചിക്ക് ഭയങ്കര സ്നേഹമാണ് അച്ഛനോട്, പക്ഷേ എങ്ങനെ പെരുമാറണം, എങ്ങനെ സംസാരിക്കണമെന്ന് സത്യം പറഞ്ഞാൽ സച്ചിക്ക് അറിഞ്ഞുകൂടാ. അതാണ് സത്യം. എന്താണെങ്കിലും വർഷയും ശ്രീകാന്തും ഇനി ഈ വീട്ടിലേക്ക് വരില്ല. അവർ ആ ഫ്ലാറ്റിൽ തന്നെ ഇരിക്കാനാണ് സാധ്യത ഏറ്റവും കൂടുതൽ.